ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റിൻ്റെ 4ാമത്തെ പാർട്ട് വീഡിയോ ആണിത്. നമുക്ക് ആദ്യം HR പ്ലാനിംഗ് അഥവാ ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിംഗ് എന്താണെന്ന് നോക്കാം. അപ്പോൾ ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിംഗ് എന്ന് പറഞ്ഞാൽ സിംപ്ലി ഒരു ഓർഗനൈസേഷനിലെ വർക്ക് ഫോഴ്സ് എത്രത്തോളമാണെന്ന് നമ്മൾ ഡിസൈഡ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ്. അതായത് ഒരു ഓർഗനൈസേഷനിൽ എത്ര എംപ്ലോയീസിനെ വേണ്ടി വരും എന്ന് നമ്മൾ ഡിറ്റർമൈൻ ചെയ്യുന്നു. സോ ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിംഗ് can be defined as determining the workforce requirements of the organization. ആൻഡ് ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിംഗ് എന്ന് പറയുന്നത് ഒരു പ്രോസസ്സാണ്. ഒരുപാട് സ്റ്റെപ്സ് ഇൻവോൾവ് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്. ഭാവിയിൽ എത്രത്തോളം പേഴ്സണലിനെ അല്ലെങ്കിൽ എംപ്ലോയീസിനെ നമ്മുടെ ഓർഗനൈസേഷന് ആവശ്യമാണ് എന്നാണ് നമ്മൾ ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ്ങിലൂടെ ഡിസൈഡ് ചെയ്യുന്നത്. ഇനി നമുക്ക് നോക്കാനായിട്ടുള്ളത് വാട്ട് ആർ ദി ഇമ്പോർട്ടൻസ് ഓഫ് ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ്. അതുതന്നെയാണ് ഒബ്ജക്റ്റീവ്സ് ആയിട്ടും നിങ്ങൾ നോക്കേണ്ടത്. അപ്പോൾ ഇമ്പോർട്ടൻസ് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒബ്ജക്റ്റീവ്സിലും എഴുതാൻ പറ്റും. അപ്പോൾ ഒന്നാമത്തെ ഇമ്പോർട്ടൻസ് വരുന്നത് എക്സ്പാൻഷൻ ഓഫ് പ്ലാന്റ്, അല്ലെങ്കിൽ ഓർഗനൈസേഷൻ എക്സ്പാൻഡ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് കൂടുതൽ എംപ്ലോയീസിന് നമുക്ക് ആവശ്യമായിട്ട് വരും. അപ്പോൾ അത് ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ്ങിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് ആണ് കാണിക്കുന്നത്. 2 റിട്ടയർമെൻറ്റ് വേക്കൻസീസ്, അതായത് എംപ്ലോയീസ് റിട്ടയർ ചെയ്യുന്നു അല്ലെങ്കിൽ അവർക്ക് ഡെത്ത് സംഭവിക്കുന്നു. ഇങ്ങനെയുള്ള കേസസിൽ പുതിയ എംപ്ലോയീസിൻ്റെ ആവശ്യകത ആ ഓർഗനൈസേഷനിൽ വരും. ഇനി 3ാമത്തെ പോയിൻ്റാണ് റിഡക്ഷൻ ഇൻ ലേബർ ടേൺ ഓവർ. ഈ ടേൺ ഓവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എംപ്ലോയിയുടെ കൊഴിഞ്ഞു പോക്കാണ് ഉദ്ദേശിക്കുന്നത്. അതായത് എംപ്ലോയീസ് ഓർഗനൈസേഷൻ ലീവ് ചെയ്ത് പോവാം. നല്ല രീതിയിൽ ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ് നടത്തി കഴിഞ്ഞാൽ എംപ്ലോയീസിൻ്റെ ഈ ടേൺ ഓവർ കുറയ്ക്കാനായിട്ട് സഹായിക്കും. ദെൻ നെക്സ്റ്റ് വൺ ഈസ് റിഡക്ഷൻ ഇൻ ലേബർ കോസ്റ്റ്. അത് നേരത്തെ പറഞ്ഞ പോയിന്റുമായിട്ട് റിലേറ്റഡ് ആണ്. ലേബർ ടേൺ ഓവർ കുറയ്ക്കുന്നതിലൂടെ നമുക്ക് ലേബർ കോസ്റ്റ് കുറയ്ക്കാൻ സാധിക്കും. അടുത്ത പോയിന്റ് അൺഇൻട്രപ്റ്റഡ് പ്രൊഡക്ഷൻ ആണ്. അൺഇൻട്രപ്റ്റഡ് എന്ന് പറഞ്ഞാൽ തടസ്സമില്ലാത്ത പ്രൊഡക്ഷൻ എന്നാണ് അർത്ഥം. അതായത് നല്ല രീതിയിൽ ഹ്യൂമൻ റിസോഴ്സസ് പ്ലാൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് സ്മൂത്തായിട്ട് പ്രൊഡക്ഷൻ കൊണ്ടുപോകാൻ പറ്റും ഒരു ഓർഗനൈസേഷനിൽ. ദ നെക്സ്റ്റ് വൺ ഈസ് ഒപ്റ്റിമം യൂട്ടിലൈസേഷൻ ഓഫ് ഹ്യൂമൻ റിസോഴ്സസ്. ഹ്യൂമൻ റിസോഴ്സസിനെ നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യാനായിട്ട് HR പ്ലാനിങ്ങിലൂടെ സാധിക്കും. ദെൻ ആക്യുറേറ്റ് അസസ്മെൻറ്റ് ഓഫ് മാൻ പവർ റിക്വയർമെൻറ്റ്സ്. അതാണ് ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ്ങിൻ്റെ മീനിങ് എന്ന് പറയുന്നത്. കറക്റ്റായിട്ട് ഹ്യൂമൻ റിസോഴ്സസിനെ അസസ് ചെയ്യുക, എത്രത്തോളം ഹ്യൂമൻ റിസോഴ്സ് ആവശ്യമാണെന്ന് അസസ് ചെയ്യാം. ഇനി നമുക്ക് നോക്കാനായിട്ടുള്ളത് ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ്ങിൻ്റെ പ്രോസസ്സാണ്. അപ്പോൾ നമ്മൾ ഓൾറെഡി മീനിങ്ങിൽ പറഞ്ഞു കഴിഞ്ഞു. ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ് എന്ന് പറയുന്നത് ഒരു പ്രക്രിയയാണ്, കാരണം അതിൽ ഒരുപാട് സ്റ്റെപ്സ് ഇൻവോൾവ് ആണ്. സോ ഇതിൻ്റെ സ്റ്റെപ്സ് എന്തൊക്കെയാണ്, ഇതിൽ വരുന്ന ആക്ടിവിറ്റീസ് എന്തൊക്കെയാണ്? ഒന്നാമത്തത് പ്രിപ്പറേഷൻ ഓഫ് മാൻ പവർ ഇൻവെൻട്രി. അതായത് ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ് നമ്മൾ ചെയ്യുന്നത് പ്രധാനമായിട്ടും ഓവർ സ്റ്റാഫിങ്ങും അണ്ടർ സ്റ്റാഫിങ്ങും കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് ഒരു സ്ഥാപനത്തിൽ എംപ്ലോയീസിനെ കൂടുതലായിട്ട് ഹയർ ചെയ്യുന്നതും തീരെ കുറവ് എംപ്ലോയീസിനെ മാത്രം ഹയർ ചെയ്യുന്നതും ഒക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കറക്റ്റ് നമ്പർ ഓഫ് എംപ്ലോയീസിനെ ഹയർ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അത്തരത്തിൽ എത്രത്തോളം മാൻ പവർ ആവശ്യമാണ് അതിൻ്റെ ഒരു ഇൻവെൻട്രി തയ്യാറാക്കുക. ദെൻ നെക്സ്റ്റ് വൺ ഈസ് ഫോർകാസ്റ്റിംഗ് മാൻ പവർ നീഡ്സ്. അപ്പോൾ നമ്മളുടെ പ്രൊഡക്ഷൻ, സെയിൽസ്, ബഡ്ജറ്റ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കി എത്രത്തോളം ഹ്യൂമൻ റിസോഴ്സ് റിക്വയർമെൻറ്റ്സ് നമുക്ക് ഭാവിയിൽ ആവശ്യമായിട്ട് വരും എന്ന് ഫോർകാസ്റ്റ് ചെയ്യുക. ഫോർകാസ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ പ്രവചിക്കുക എന്നുള്ളൊരു മീനിങ് ആണ് വരുന്നത്. പിന്നെ വരുന്നത് പ്രിപ്പറേഷൻ ഓഫ് മാൻ പവർ ചാർട്ട്സ്. അപ്പോൾ ഈ മാൻ പവർ ചാർട്ട്സിൽ ഓഫ് കോഴ്സ് എംപ്ലോയീസിൻ്റെ നമ്പറിനെ കുറിച്ച് തന്നെയായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക. എത്ര എംപ്ലോയീസിന് സ്ഥാപനത്തിൽ ആവശ്യമാണ്, എത്ര വേക്കൻസീസ് ആണ് നിലവിലുള്ളത്, എത്രത്തോളം എംപ്ലോയീസ് അടുത്ത വർഷം പ്രൊമോട്ടഡ് ആവും, ഇങ്ങനെയുള്ള മാൻ പവർ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും മാൻ പവർ ചാർട്ടിൽ ഉണ്ടാവുക. പിന്നെ വരുന്നത് പ്രിപ്പറേഷൻ ഓഫ് മാൻ പവർ പ്ലാൻസ്. ആക്ച്വലി മാൻ പവർ ചാർട്ട്, അതുപോലെ തന്നെ മാൻ പവർ ഇൻവെൻട്രി, മാൻ പവർ പ്ലാൻസ് എന്നൊക്കെ പറഞ്ഞാൽ ഏകദേശം സെയിം ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇതൊക്കെ അസർട്ടൈൻ ചെയ്യുന്നത് എത്രത്തോളം മാൻ പവർ, എത്രത്തോളം എംപ്ലോയീസിനെ നമുക്ക് നമ്മുടെ സ്ഥാപനത്തിൽ ആവശ്യമാണ് എന്നുള്ളതാണ്. അപ്പോൾ 2 രീതിയിൽ മാൻ പവർ പ്ലാൻസ് നമുക്ക് തയ്യാറാക്കാം, ഷോർട്ട് പീരീഡിലേക്കും ലോങ് പീരീഡിലേക്കും. അപ്പോൾ ഷോർട്ട് പീരീഡിലേക്ക് തയ്യാറാക്കുക പറഞ്ഞാൽ പെട്ടെന്നുണ്ടാവുന്ന എംപ്ലോയി റിക്വയർമെൻറ്റ്സ് അല്ലെങ്കിൽ അർജൻറ്റായിട്ട് ഇത്ര എംപ്ലോയീസിനെ വേണം എന്നൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഒരു ഷോർട്ട് പീരീഡ് മാൻ പവർ പ്ലാൻ തയ്യാറാക്കും. ലാസ്റ്റ് വരുന്ന സ്റ്റെപ്പാണ് എംപ്ലോയ്മെൻറ്റ് പ്രോഗ്രാം. അപ്പോൾ എംപ്ലോയ്മെൻറ്റ് പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി വൈഡർ ആയിട്ടുള്ള ഒരു സ്റ്റെപ്പാണ്. അതിൽ റിക്രൂട്ട്മെൻറ്റ്, സെലക്ഷൻ, പ്ലേസ്മെൻറ്റ് ഇത്തരത്തിലുള്ള സ്റ്റെപ്സ് ആയിരിക്കും ഇൻവോൾവ് ആയിട്ടുണ്ടാവുക. അതായത് ഒരു കൂട്ടം ആക്ടിവിറ്റീസാണ് എംപ്ലോയ്മെൻറ്റ് പ്രോഗ്രാമിൽ വരുന്നത്. ഇപ്പോൾ റിക്രൂട്ട്മെൻറ്റ്, സെലക്ഷൻ, പ്ലേസ്മെൻറ്റ് പോലത്തെ ടോപ്പിക്സൊക്കെ HRMൻ്റെ ഓരോരോ ചാപ്റ്റേഴ്സായിട്ട് നിങ്ങൾക്ക് കൊടുത്തിട്ടുണ്ട്. ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ നിങ്ങൾക്ക് അതിൻ്റെ ഓരോ സ്റ്റെപ്സും കാര്യങ്ങളും പഠിക്കാനായിട്ടുണ്ട്. സോ ഇത്രയാണ്
ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ്ങിൻ്റെ പ്രോസസ്സ് അല്ലെങ്കിൽ സ്റ്റെപ്സ് വരുന്നത്. ഇതുപോലെ കൊമേഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള സബ്ജക്ട്സിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോസിനായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക.